എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രി വേണമെന്ന DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പ്രസ്താവനയെ തള്ളി കോൺഗ്രസ് നേതാക്കൾ. പ്രതികരണം അപക്വമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ബാബു പ്രതികരിച്ചു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഇത്തരത്തിൽ പ്രതികരിക്കരുത് എന്ന് ദീപ്തി മേരി വർഗീസും നിലപാടെടുത്തു. മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചയ്ക്കുള്ള സമയമായിട്ടില്ല എന്ന് ചാണ്ടി ഉമ്മനും പറഞ്ഞു. മുഖ്യമന്ത്രി ആരാന്നാണ് പറയാൻ ഞാൻ ഒരു തരത്തിലും ആളല്ല, ചുമതലപ്പെട്ട ആളുമല്ല. യഥാർത്ഥം പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ഒരു ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. മുഖ്യമന്ത്രി സംബന്ധിച്ച് ആരെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട എന്തെങ്കിലും പറഞ്ഞതുപോലെ കവിഞ്ഞ് കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായ ആളുകളും പ്രാപ്തരായ ആളുകളും പൊതു അംഗീകാരമുള്ളവരായ പല പേരുകളുമുണ്ട്. എല്ലാ ജില്ലക്കാരും ഇങ്ങനെ പറയുമല്ലോ. എറണാകുളം ജില്ല മാത്രമല്ലല്ലോ കോൺഗ്രസ്സിനുള്ളത്. എല്ലാ ജില്ലയിൽ നിന്നുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ എനിക്ക് ആഗ്രഹവും എക്സ് മുഖ്യമന്ത്രിയാകാനാണ്. പക്ഷേ വേറൊരു ജില്ലക്കാർക്ക് വൈ മുഖ്യമന്ത്രി ആകണമെന്നുള്ള ആഗ്രഹമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാനില്ല. ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യമല്ല. കോൺഗ്രസിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിൽ. അത് പ്രാദേശികമായോ ജില്ലാ തലത്തിലോ ഒന്നും അല്ല തീരുമാനിക്കുന്നത്, അത് ACC തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞ കാലങ്ങളിലുള്ള അതേ രീതികളിലാണ്. ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും രീതി മാറ്റമുണ്ടെങ്കിൽ അതും തീരുമാനിക്കേണ്ടത് AICC ആണ്. അപ്പോൾ അത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അതിൻ്റെ അകത്ത് തീരുമാനങ്ങൾ എടുക്കും. അത് ഒരു ചർച്ച അങ്ങനെ പലരും പറയുന്നത് ഒരു ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സംഘടനാപരമായി ശരിയായ ഒരു രീതിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിലൊന്നും തെറ്റില്ല. സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും അവരുടെ ആൾക്കാരെ പറ്റി പറയാനുള്ള സ്വാതന്ത്ര്യം സ്വാഭാവികമാണല്ലോ. ഒരു പബ്ലിക് ചർച്ചയ്ക്ക് പോകേണ്ട, അതായിരിക്കും കൂടുതൽ അഭികാമ്യം. അത് എല്ലാവരും ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. പക്ഷെ ആരും അങ്ങനെ പറയുന്നതിന് തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്നെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി ആരെ തീരുമാനിച്ചാൽ എനിക്ക് പ്രശ്നമല്ല. ആര് പാർട്ടിക്ക് തീരുമാനിക്കാം. അത് ലീഡർഷിപ്പിന്റെ തീരുമാനത്തിന് വിധേയരായിട്ട് നമ്മൾ നിൽക്കണം. വോട്ടെടുപ്പിന് പിന്നാലെ മുഖ്യമന്ത്രി കസേരയ്ക്കായി കോൺഗ്രസിൽ ചരടുവലി തുടങ്ങി. മുതിർന്ന നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കാൻ KC വേണുഗോപാൽ പക്ഷത്തിന്റെ ശ്രമം. സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗം പേരും KCക്കൊപ്പം എന്നാണ് സൂചന. A വിഭാഗത്തിന്റെയും പിന്തുണ KC വേണുഗോപാലിനുണ്ട്. മുഖ്യമന്ത്രി പദത്തിനായുള്ള നീക്കം ചെന്നിത്തല പക്ഷവും ശക്തമാക്കിയിട്ടുണ്ട്. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ചേരുകയാണ് നമ്മളോടൊപ്പം. അർജുൻ, ഇന്നലെ ഒരു പറ്റം നേതാക്കൾ വലിയ വിമർശനം ഉന്നയിച്ചു. ഇതൊരു അസമയത്തുള്ള പ്രതികരണം എന്ന നിലയ്ക്ക്. ഇന്നും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ, പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്നു തന്നെ അതിലൊരു എതിർസ്വരം ഉണ്ടായിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ വരികയാണ്. ഇതൊന്ന് ജയിച്ചിട്ട് വേണമല്ലോ എന്നൊരു ചോദ്യം ഇടതുപക്ഷത്ത് നിന്ന് പരിഹാസവുമായി ഉയരുന്നു. മാധു, അത് തന്നെയാണ്. ഇടതുപക്ഷത്ത് നിന്ന് മാത്രമല്ല കോൺഗ്രസിനുള്ളിൽ നിന്നും ഇത്തരം ചോദ്യങ്ങളും ഇത്തരം വിമർശനങ്ങളും പ്രധാനമായും ഉയരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത്തരമൊരു ചർച്ചകളൊക്കെ തുടക്കം കുറിച്ചത് എറണാകുളം DCC പ്രസിഡന്റും കൊച്ചിയിലെ UDF സ്ഥാനാർത്ഥിയുമായ മുഹമ്മദ് ഷിയാസ് ആണ്. വോട്ടെടുപ്പിന് പിന്നാലെ തന്നെ എറണാകുളം ജില്ലയിൽ നിന്നൊരാൾ മുഖ്യമന്ത്രിയാകണം എന്നതാണ് ആഗ്രഹമെന്ന അടക്കം അദ്ദേഹം പരസ്യമായി തന്നെ പ്രതികരിക്കുന്നു. പലരും ചരടുവലികൾ നടത്തുന്നുണ്ട്. പക്ഷേ പരസ്യമായ പ്രസ്താവന ആദ്യം നടത്തിയത് അദ്ദേഹമാണ്. അതിലൂടെ VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്താനാണ് ശ്രമിച്ചത്. അതിന് പിന്നാലെയാണ് ഇതിനെതിരെ വിമർശനങ്ങളുമായി മറ്റ് നേതാക്കൾ രംഗത്ത് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം അത് മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ കെ ബാബുവിൽ നിന്നാണ്. അപക്വമായ പരാമർശം എന്നാണ് അദ്ദേഹം അതിനെ വിമർശിച്ചത്. മാത്രവുമല്ല, ഓരോ ജില്ലക്കാർക്കും അവരുടെ ജില്ലകളിൽ നിന്ന് മുഖ്യമന്ത്രി ഉണ്ടാകണം എന്ന ആഗ്രഹമില്ലേ? ഇത്തരം ചർച്ചകൾ ഇപ്പോഴെന്തിന് അദ്ദേഹം എന്ന് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന് പിന്നാലെ KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ദീപ്തി മേരി വർഗീസും സമാനമായ പരാമർശങ്ങളുമായി രംഗത്ത് വരികയാണ് ചെയ്തത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇത്തരം പരാമർശങ്ങൾ നടത്തരുത് എന്നാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്. മാത്രവുമല്ല, ഒരു കൂട്ടായ പ്രവർത്തനമാണ്, കൂട്ടായ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ പരാജയപ്പെട്ടാൽ ആരും ഒരാൾ മാത്രം വനവാസത്തിന് പോകേണ്ടതില്ല എന്നും ദീപ്തി മേരി വർഗീസ് പറയുന്നുണ്ട്. അതിലൂടെ അതിന്റെ ക്രെഡിറ്റ് മാത്രമല്ല ഉത്തരവാദിത്തം മാത്രമല്ല ക്രെഡിറ്റും ആർക്കും അവകാശപ്പെട്ടതല്ല എന്നാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് പുതുപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥിയായ ചാണ്ടി ഉമ്മനാണ്. പാലം പുഴ എത്തുന്നതിന് മുൻപ് തന്നെ പാലം അന്വേഷിക്കുന്നത് എന്തിന് എന്നാണ് ചാണ്ടി ഉമ്മൻ ചോദിക്കുന്നത്. അതായത് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരട്ടെ, ഇപ്പോഴെന്തിനാണ് ഇത്തരം ചർച്ചകൾ എന്നാണ് ചാണ്ടി ഉമ്മൻ ചോദിക്കുന്നത്. അതിലൂടെ ഇത്തരം ചർച്ചകൾക്കെതിരെ കൂട്ടായ വിമർശനമാണ് ഇപ്പോൾ കോൺഗ്രസിലെ പല നേതാക്കളും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് ഈ മുഖ്യമന്ത്രി സ്ഥാനം പ്രധാനപ്പെട്ട കാര്യം ജയിക്കാൻ സാധ്യതയുള്ള പരമാവധി. ഓക്കെ, ഞാൻ വരാം അർജുൻ മട്ടന്നൂർ. എന്തായാലും വലിയ വിമർശനമാണ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. റോഷിപാൽ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. റോഷിപാൽ, ഇതിൽ
ചരടുവലികളൊക്കെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്. അത് KC വേണുഗോപാലാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും VD സതീശനാണെങ്കിലും ഒക്കെ ഈ പുറത്തു വരുന്ന ഒരഭിപ്രായ പ്രകടനവും ആരും അറിയാതെയും പറയാതെയും സമ്മർദ്ദം ചെലുത്താതെയും വരുന്നതല്ല എന്നതുകൂടി വ്യക്തമാണ്. അതും അങ്ങനെ തന്നെയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ ഓരോ നേതാക്കളും അതിന്റെ നീക്കം തുടങ്ങിയതാണ്. എല്ലാവരുടെയും ലക്ഷ്യം മുഖ്യമന്ത്രി കസേര തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായപ്പോൾ പരാതികൾ പല കോണുകളിൽ നിന്നും ഉയർന്നു. KC വേണുഗോപാൽ പക്ഷത്തിനാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻതൂക്കമെന്നായിരുന്നു ആദ്യ പരാതി. പിന്നീട് ഇപ്പോൾ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക പരിശോധിച്ച് നോക്കുമ്പോൾ അതിലും മുൻതൂക്കം KC പക്ഷത്തിനാണെന്ന വിലയിരുത്തൽ വന്നു. ഏതായാലും KC പക്ഷത്തെ പ്രധാനികളൊക്കെ ചരടുവലികൾ സജീവമാക്കി മുതിർന്ന നേതാക്കളുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തി. KC വേണുഗോപാലിന് പിന്തുണ തേടുകയാണ് നേതാക്കൾ ഒരു ഭാഗത്ത്. ഏതായാലും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന നീക്കം, അങ്ങനെ ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ടുള്ള നീക്കം ഒരു ഭാഗത്ത് സജീവമാണ്. ഒപ്പം VD സതീശിനു വേണ്ടിയും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയും അവരെ പിന്തുണയ്ക്കുന്നവർ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. നിലവിൽ A ഗ്രൂപ്പ് ഏതാണ്ട് KCയെ പിന്തുണച്ച് രംഗത്ത് വരുന്ന സാഹചര്യമാണുള്ളത്. KC പക്ഷത്തേക്ക് A ഗ്രൂപ്പ് ചാഞ്ഞിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തലയെ പാർലമെന്ററി പാർട്ടി നേതാവാക്കണമെന്ന നിലപാടായിരുന്നു A ഗ്രൂപ്പിനെങ്കിൽ ഇപ്പോൾ അവർ KC വേണുഗോപാലിന് അനുകൂലമായി ചിന്തിക്കുന്നു, KC വേണുഗോപാലിന് അനുകൂലമായി നിലപാടെടുക്കുന്നു എന്നതിന്റെ സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു. അങ്ങനെ അപ്പം രമേശ് ചെന്നിത്തല വിഭാഗമാണെങ്കിൽ മറ്റു പല നേതാക്കളെയും ഒപ്പം നിർത്താനുള്ള ശ്രമവും ഘടകകക്ഷികളെ ചേർത്ത് നിർത്താൻ സാമുദായിക നമുക്കറിയാം. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അവസാന ഘട്ടത്തിൽ കോൺഗ്രസിനുള്ളിൽ ഇത്രയധികം ആശയക്കുഴപ്പമുണ്ടായതിനു പിന്നിൽ പോലും ആര് വിജയിച്ചാൽ ആർക്ക് പിന്തുണ എന്ന ചോദ്യവും പ്രശ്നവും തന്നെയാണ് എന്നത് ആ ഘട്ടത്തിൽ തന്നെ വിലയിരുത്തപ്പെടുന്നതാണ്. ഇപ്പോൾ ഈ വിജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള വാഗ്വാദങ്ങളും ആ വഴിക്കു തന്നെയാണ്. റോഷിപാലും അർജുൻ മട്ടന്നൂരുമാണ് വിവരങ്ങൾ നൽകിയത്.